ഐ ഗെറ്റ് DMs വേറെ ലൈക്ക് നിനക്ക് നാണോ ഇല്ലേ, നിനക്ക് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീഡിയോസ് ഇഷ്ടം പോലെ, യു കാണ്ട് ഈവൻ ഇമാജിൻ. പക്ഷെ ഐ ഡോണ്ട് ഈവൻ കെയർ. ഓക്കെ, ഒന്നാമതേരം ഞാൻ DM റെസ്പോണ്ട് ചെയ്യാറില്ല അങ്ങനത്തെ ആൾക്കാർക്ക്. കാരണം നമ്മളത് എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്താണ് അവർക്ക് കൂടുതലും ഇനിയും പറയാലോ എന്നുള്ള സാധനം പറഞ്ഞു. എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള ഒരു അമ്മച്ചിയോ അവർ പുറത്ത് വെച്ച് കാണുമ്പോൾ ഗൂഗിളെ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നു, കൊള്ളായിരുന്നു. ആ മുഖത്ത് അവർ ആ പ്രായമുള്ള ഒരാൾ നമ്മളെ കണ്ട് ചിരിക്കുന്ന അവർ ദേ ആർ സോ ഹാപ്പി, ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. പുള്ളിക്കാരൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓറ കംപ്ലീറ്റ്ലി ചേഞ്ചസ്. വന്ന് നിന്ന് നോക്കി ഒരു ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഡ്മിറേഷൻ, ദ മാൻ. നമ്മൾ ഇത്രയും കാലം സ്ക്രീനിൽ കണ്ടൊരു മനുഷ്യൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഇരുന്ന് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വീടുണ്ട്, വീട് തിരുവനന്തപുരത്ത്. ഇറ്റ്സ് സച്ച് എ നൈസ് ഫീലിംഗ്. ലാലേട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്താണ് സ്പെഷ്യൽ? ഇപ്പോൾ ലാലേട്ടൻ എല്ലാവരും ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ചായ. എന്ത് ചിരിച്ചു പുള്ളിക്കാരൻ. അപ്പം ഇതിപ്പോൾ കളിയാക്കിയതാണോ ചിരിച്ചതാണോ ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. പക്ഷേ ഈ കൊച്ചി ഈറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വിട്ട് പറയാൻ പറ്റാത്ത ഒരാളാണ് രാഹുലേട്ടൻ. രാഹുലിനെ പറ്റി അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് എല്ലാവർക്കും. രാഹുൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതിൽ 2 ദിവസം മുമ്പ് തന്നെ രാഹുൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ ഒരു 4 പില്ലർ ഈ കൊച്ചി ഈറ്റിനുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ് പില്ലേഴ്സ് മൈ ബി രാഹുൽ. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നും പറഞ്ഞ് അങ്ങനെ താഴത്തെ വീട്ടിലെ ബാബുവേട്ട എന്ന് പറഞ്ഞ് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലല്ലോ ഈ പാട്ട്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ അല്ലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ താഴത്തെ വീട്ടിലെ ബാബുവേട്ട നല്ലത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തെ ശരിയാണല്ലോ എന്ന് ഓർത്ത് ഞാനത് റീലാക്കി എടുത്തിട്ടതാണ്. പക്ഷേ ഐ നെവർ തോട്ട് അത് അങ്ങനെ ബൂം ചെയ്യും അല്ലെങ്കിൽ ആൾക്കാരത് അത്ര റിലേറ്റ് ചെയ്യും എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ റിലേറ്റ് ചെയ്തേ ഇല്ല. എൻ്റെ ഫേസ് ഇന്ന് കണ്ടു, കൊള്ളാം, അമ്മയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോയി. പക്ഷേ മീനാക്ഷി പിന്നെ താഴെ വരുന്നൊരു 3 റീൽ എൻ്റെ മുഖം കണ്ടാലേ ഇത് ഏത് അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ പോയി നോക്കുള്ളൂ. അപ്പോൾ റെക്കഗ്നിഷൻ വരണം. ഹായ്, ദിസ് ഇസ് മീനാക്ഷി, വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ആളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇങ്ങനെ റീൽസ് ഒക്കെ ഓർമ്മ വരും. RJയും VJയും ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയ ഗോകുലാണ്. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. താങ്ക് യു. ഗൂഗിളിൽ എനിക്ക് തോന്നുന്നു ഈ മുഖം കാണുമ്പോഴേ ആദ്യം ആൾക്കാർക്ക് മറ്റേ ഷോളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഫേസ് പെട്ടെന്ന് പോകും. ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് അതാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. നമ്മൾ അത് കോണ്ടന്റ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സാധനങ്ങളാണ്. എങ്ങനെയാണ് ഈ കോണ്ടന്റ് ഐഡിയാസ് പിച്ച് ചെയ്യുന്നത്? ബേസിക്കലി ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഞാനായിട്ടുള്ള എൻ്റെ കുറച്ച് ഇൻസ്റ്റൻസസ്, വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള, പിന്നെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കണം എന്ന് ആദ്യമേ സ്റ്റാർട്ടിങ് തൊട്ടേ നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലേറ്റർ ഓൺ ഇത് തുടങ്ങി ഒരു അത്യാവശ്യം കുറച്ചൊക്കെ റീച്ച് വന്നു തുടങ്ങിയ സമയത്ത് എനിക്ക് കണ്ടന്റ് തന്നു തുടങ്ങിയത് ഓഡിയൻസ് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് 2-3 പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ഗൂഗിളിട്ടാ ഇന്ന് വീട്ടിൽ ഇത് നടന്നിരുന്നു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ കാര്യം. അപ്പോൾ അതെനിക്ക് കണ്ടന്റ് പോലെ അയച്ചു തരും. അപ്പോൾ സ്ഥിരമായിട്ട് അയക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഒരു വോയിസ് നോട്ട് അയച്ചിടുന്നത്. അപ്പോൾ അവർ വോയിസ് നോട്ട് പോലെ അയച്ചിടും. പിന്നെ അതിനെ ഞാൻ നോട്ടാക്കി മാറ്റി എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നും പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ നിന്നൊക്കെ കണ്ടന്റ് എടുക്കാൻ ഒരുപാട് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇപ്പം ഓൺ എ റിയലി എന്താ പറയുക ബിഗർ നോട്ട്, ഓൺ എ ഹാപ്പി നോട്ട് ഞാൻ പറയണം, ഓഡിയൻസ് തന്നെ കണ്ടന്റ് തരുമ്പോൾ ഇറ്റ് ഫീൽ സോ നൈസ്. കാരണം അവർ തന്നെ പറയുമ്പോഴേ ഇത് ഗൂഗിളേട്ടൻ ചെയ്യുമ്പോൾ രസം ഉണ്ടായിരിക്കും എന്ന് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം കണ്ടന്റ് കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഐ എം റിയലി ലക്കി. കാരണം ആൾക്കാർ ഒരുപാട് കണ്ടന്റ് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല പുറത്ത് വെച്ച് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് അയ്യോ നമ്മൾ കാണുമ്പോൾ ഒരു കണ്ടന്റ് പറയാനിരിക്കായിരുന്നു കേട്ടോ എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വീട്ടിലൊരു ഇൻസ്റ്റൻസ് ഇങ്ങനെ ക്രിയേറ്റഡ് ആകുമ്പോൾ ഗൂഗിളിൽ ഓർക്കുമ്പോൾ അത് തന്നെ വലിയൊരു സക്സസ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേര് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി 2-3 പേരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നത് നമ്മൾ ആ ഗൂഗിളിൻ്റെ റീൽ പോലെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. അതായത് ആ ഇൻസ്റ്റൻസ് വീട്ടിൽ ആക്ച്വലി നടക്കുമ്പോൾ അവർ നമ്മളെ ഓർക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഫീൽസ് റിയലി നൈസ്. ഗൂഗിളിന്റെ പേജ്, ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഹൈലൈറ്റ് ഉണ്ട്, പോപ്പുലർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ആദ്യം ഞാൻ നോക്കിയപ്പോൾ 1 മില്യൺ എല്ലാം ഇട്ടിരിക്കുന്നു. പക്ഷെ റീൽസ് നോക്കുമ്പോൾ വ്യൂസ് ഇപ്പൊ എല്ലാം മില്യൺ ആണ്, കുറെ 29 മില്യൺ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യം 1 മില്യൺ അടിച്ച വീഡിയോനെ പറ്റി ഓർമ്മയുണ്ടോ? ആദ്യം മില്യൺ അടിച്ചത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നും പറഞ്ഞ് അങ്ങനെ താഴത്തെ വീട്ടിലെ ബാബുവേട്ട എന്ന് പറഞ്ഞ് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അത് ആക്ച്വലി നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരിച്ച് ഇത് അങ്ങനെ അല്ലല്ലോ ഈ പാട്ട്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ അല്ലോ എന്ന് ആലോചിച്ച് നോക്കിയാൽ താഴത്തെ വീട്ടിലെ ബാബുവേട്ട നല്ലത്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരിയാണല്ലോ എന്ന് ഓർത്ത് ഞാനത് റീലാക്കി എടുത്തിട്ടതാണ്. പക്ഷേ ഐ നെവർ തോട്ട് അത് അങ്ങനെ ബൂം ചെയ്യും അല്ലെങ്കിൽ ആൾക്കാരത് അത്ര റിലേറ്റ് ചെയ്യും എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ റിലേറ്റ് ചെയ്തേ ഇല്ല. ആൻഡ് ഒരുപാട് പേര് ഈ റീലിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മതി, ആൾക്കാർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഇതാ താഴത്തെ വീട്ടിലെ ബാബുവേട്ട എന്നല്ല, താഴത്തെ വീട്ടിൽ പാവയ്ക്ക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാവയ്ക്ക സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരുപാട് കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ദിസ് വീഡിയോ സംഹൗ ഇറ്റ് ടുക്ക് ഓഫ്. ആൻഡ് ദെൻ അത് ഞാൻ വിചാരിച്ചതുമില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോ തന്നെ ആയിരിക്കും എപ്പോഴും കയറി പോകുന്നത്.
പക്ഷേ ദിസ് റിയലി ടുക്ക് ഓഫ്. ആൻഡ് ആ സമയത്ത് സൈനോരൊക്കെ ഷെയർ ചെയ്തിരുന്നു. ആൻഡ് ഷീ സെഡ് ദിസ് ഇസ് റിയലി നൈസ്. അപ്പം നമ്മളൊന്നുമല്ലാത്ത സമയത്ത് ആരെങ്കിലും നമ്മളെ ഒരു പുഷോ നമുക്കൊരു സപ്പോർട്ടോ ആരെങ്കിലും തരാൻ ഒരു ഷെയർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് എ ലോട്ട് ടു അസ്. നമുക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ട് പോലെ തോന്നും. സോ ദാറ്റ് റിയലി ഗോട്ട് മീ ഗോയിങ്. അതാണ് എൻ്റെ ആദ്യത്തെ മില്യൺ വീഡിയോ. എനിക്ക് ഭയങ്കര സന്തോഷമായൊരു മില്യൺ വീഡിയോ. ഈ വീഡിയോയുടെ പുറകിലുള്ള വർക്ക്സ്, ഈ സ്ക്രിപ്റ്റിങ് അങ്ങനെയുള്ള വർക്ക്സ് എങ്ങനെയാണ്? അതോ സ്ക്രിപ്റ്റ് ചെയ്യാതെ നോർമലി നാച്ചുറലി വരുന്ന ഒരു ഫ്ലോയ്ക്ക്? ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ നല്ലോണം സ്ക്രിപ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ഐ യൂസ് ടു വർക്ക് ഫോർ റേഡിയോ ആൻഡ് ദെൻ ഐ യൂസ് ടു വർക്ക് ഫോർ TV. അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഷോയോ അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ഹാവ് എ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തന്നെ ഞാൻ കണ്ടന്റ് ചെയ്യായിരുന്നു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എൻ്റെ പ്രശ്നം, എനിക്ക് പേഴ്സണലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വെച്ചേ പോവുള്ളൂ. അയ്യോ ഈ ഡയലോഗ് പറഞ്ഞില്ലല്ലോ, ഇതുപോലെ അല്ലല്ലോ പറഞ്ഞത് എന്നൊരു, അതെ. അപ്പം എനിക്ക് തന്നെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ, പക്ഷേ ഇതുപോലെ പറയും. ഇപ്പം ഞാൻ എഴുതിയ സമയത്തായിരുന്നു ഇത് ശരി. അതുകൊണ്ട് പിന്നെ ലേറ്റർ ഓൺ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് സ്ക്രിപ്റ്റ് ആക്കാതെ ഞാനൊരു ബുള്ളറ്റ് പോയിന്റ് പോലെ ഇതായിരിക്കും ഡയലോഗ് എന്ന രീതിയിൽ ഞാൻ എഴുതി വെക്കും. അപ്പം ഞാനത് ഇംപ്രവൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഇംപ്രവൈസ് ചെയ്ത്, ഇപ്പോൾ ചിലപ്പം മാനറിസംസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സാധനമൊക്കെ ആ ഓന്ന് എഴുതി വെക്കുന്നത് ചിലപ്പോൾ ഞാൻ എഴുതി വെക്കുമ്പോഴത്തേക്ക് ഇത് ഏത് ഓ ആണോ അത് അറിഞ്ഞിടാത്തതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്ത് പറയാൻ രീതിയിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ സ്ക്രിപ്റ്റ് എഴുതുമെങ്കിലും ഡയലോഗ്സ് എല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതി വെക്കും. അതിൻ്റെ ഒരു ഫ്ലോ മാത്രം എഴുതി വെക്കാറാണ് പതിവ്. ഈ RJ VJ ഗൂഗിൾ രാജ് എന്നുള്ള പേരിനെ പറ്റി പലരും ചോദിച്ച് ഒരുപാട് വട്ടം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. ഗ്രേസ് മാർക്ക് കൊണ്ട് ബിടെക് പാസ്സായ ഒരാളാണ്, എന്നിട്ടും RJ ആവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തു. അതെന്തായിരുന്നു? ഞാൻ ഒരു തേർഡ് ഇയർ ആയ സമയത്തേക്ക് ഐ ഓൾമോസ്റ്റ് ന്യൂ എഞ്ചിനീയറിംഗ് ഒന്നും ആയിരുന്നില്ല ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ആ സമയത്തൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ടു ലേറ്റ്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അമ്മ തന്നെ എന്നോട് പറഞ്ഞു, വേണം നിനക്ക് പറ്റിയില്ലെങ്കിൽ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ സമയം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായി. ആൻഡ് ദെൻ ലൈക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടി തുടങ്ങി. ആൻഡ് ദെൻ ഓൾമോസ്റ്റ് ഒക്കെ പാസ്സായി തുടങ്ങി. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കാണ് എനിക്ക് റേഡിയോ മിർച്ചിയുടെ ഒരു ഓഡിഷൻ വന്ന് ഞാൻ അതിന് പോയി സെലക്ട് ആവുന്നത്. അപ്പം ആ സമയത്തൊക്കെ ദേ സെഡ് കുഴപ്പമില്ല, ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആസ് വി നോ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്തില്ലെങ്കിൽ നാളെ പോകുമ്പോഴത്തേക്ക് അയ്യോ അത് വേറെ ആൾ കയറി എന്നേ പറയുള്ളൂ. അല്ല, നമ്മൾ നോക്കിയിട്ടുണ്ടാകും എല്ലാം പോയാൽ മതി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും അവിടെ എടുത്ത് വെച്ചിട്ടില്ല, നമുക്കറിയാം. പക്ഷേ ആ സമയത്ത് ഐ വാസ് വെരി നൈവ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് 4th ഇയർ കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു പോകില്ല, അതൊന്നും ഇപ്പോൾ ഇല്ല പറഞ്ഞു. അപ്പം ആ സമയത്ത് ഐ ന്യൂ ഐ വോണ്ട് ടു ഡു സംതിങ് RJ ആയിട്ടല്ല, ഐ വോണ്ട് ടു ഡു സംതിങ് ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ മീഡിയ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അതിപ്പം RJ ആയിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ട് കയറുക, കണ്ടന്റ് എഴുതുക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കയറാൻ പറ്റിയെന്നാണ് ഞാൻ ഒരുപാട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് കുറച്ച് സംസാരിക്കുന്നതും കൂടെ ഉള്ളതുകൊണ്ട് കയറാൻ പറ്റി, റേഡിയോയിൽ കയറാൻ പറ്റി. റേഡിയോയിൽ കയറി അവർ പ്രൊഡ്യൂസറും ആ ഒരു സമയത്ത് സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ RJ ആയിട്ട് കയറാൻ പറഞ്ഞു, അങ്ങനെയാണ് കയറിയത്. പക്ഷേ ഫോർ മീ എനിക്ക് തോന്നുന്നത് RJ ആയിട്ട് കയറാൻ പറ്റിയതാണ് കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടെ നന്നായത്. കാരണം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ റേഡിയോ കയറിയപ്പോഴാണ്. സോ അതാണ് എൻ്റെ ജേർണി. ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്ക് എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു സാധനമേ എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് സംതിങ് എൽസ്. പക്ഷേ ഒരു ഫിഗറിങ് ഔട്ട് നടന്നത് 3rd ഇയർ 4th ഇയർ ആയിരുന്നു. LLB പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പൊളിറ്റീഷ്യൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് റിയലി ഓണർ വെരി പോസിറ്റീവ് നോട്ട്. പക്ഷേ ആ സമയത്തൊക്കെ പേരൻസിനൊക്കെ ഇത് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇനി പൊളിറ്റീഷ്യൻ ആവാൻ പോകുന്നു, ഇനിയിപ്പം LLB പഠിക്കാൻ പോകുന്നു, ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ അതും കൂടെ ചെയ്ത് അവരെ സംബന്ധിച്ച് എപ്പോഴും പ്രൊഫഷണൽ കോഴ്സ് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. പക്ഷേ ലൈക്ക് ഞാൻ കയറി, എനിക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ 10 പേപ്പറുള്ള, ഇവിടെ ആരെങ്കിലും ബിടെക് പഠിച്ചാരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. 10 സെമ്മിൽ നമുക്ക് ആദ്യത്തെ S1 S2 10 പേപ്പർ ഉണ്ട്. അതിൽ എനിക്ക് 8 പേപ്പർ സപ്ലൈ ആയിരുന്നു. എനിക്ക് ആകെ കിട്ടിയത് വർക്ക്ഷോപ്പും വേറൊരു ഡ്രോയിങ്ങിന് പേപ്പർ മാത്രമാണ് കിട്ടിയത്. 8 പേപ്പർ സപ്ലൈ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ച് എൻ്റെ അമ്മയടുത്ത് പറഞ്ഞത്, ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ S1 S2 8 പേപ്പർ സപ്ലൈ, അടുത്താകുമ്പോൾ 16, 32, അങ്ങനെ ആലോചിച്ച് നോക്കി ഇറങ്ങുമ്പോൾ എത്ര പേപ്പർ ആയിരിക്കുന്നത്. അപ്പോൾ അമ്മയെ പേടിപ്പിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാനത് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ later on it happened and then I'm so happy it happened also. Yes, ഞങ്ങളും ഹാപ്പിയാണ്. ആക്ച്വലി ഈ ഇങ്ങനെ റീൽസ് ചെയ്യുമ്പോൾ യൂഷ്വലി ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുമ്പോൾ നോർമലി ഈ സൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ജുനൈസ് ഒക്കെ ആണെങ്കിലും സൗണ്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഗൂഗിൾ അങ്ങനെ സൗണ്ട് ഒന്നും ചെയ്യാറില്ല. എന്താ സൗണ്ട് ചേഞ്ച്? എന്നെ സംബന്ധിച്ച് സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ജുനൈസിനോട് സംസാരിക്കുമ്പോഴും ജുനൈസ് എന്നോട് ഒരുപാട് തവണ ഇപ്പോൾ അവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവൻ ഒരു കോൺഫിഡൻസിന് വേണ്ടിയാണ് ഒരു സാധനം അവൻ ചെയ്യുന്നത്. കാരണം അവൻ ആസ് എച്ച് സംസാരിക്കുന്ന സമയത്ത് ജുനൈസിന് ഒരു ഇൻഹിബിഷൻ ബാക്കിലോട്ട് വരും. സോ ടു ഓവർകം ദാറ്റ് ജുനൈസ് അല്ല സംസാരിക്കുന്നത് എന്ന് മാറ്റാൻ വേണ്ടി ടോൺ മാറ്റി സംസാരിക്കും. ആൻഡ് ദെൻ അതല്ലാതെ ആ ഒരു ക്യാരക്ടറിന് ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സൗണ്ട് മാറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫോർ മീ എന്നെ സംബന്ധിച്ച് ക്യാരക്ടർ ഇസ് ജസ്റ്റ് ഒരു ലുക്ക്. ആൾക്കാർക്ക് കണ്ടന്റ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ലുക്ക് മാത്രമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മാത്രമാണ് എന്നെ സംബന്ധിച്ച് സൗണ്ടിൻ്റെ ആവശ്യമില്ല. ആ ഒരു ക്യാരക്ടർ 2-3 തവണ എന്താണ് അമ്മയും മോനും സംസാരിക്കുന്ന കോൺവെർസേഷൻ, ഇതാണോ, അതിൽ സൗണ്ട് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരുപാട് പേര് പറയുന്ന ഈ ചുരിദാർ ഇട്ട് വരുമ്പോഴത്തേക്ക് ദാടി ഗോകുലിനുള്ള കാര്യം കാണാനേ പറ്റാറില്ല എന്ന് പറയാം. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എൻ്റെ ക്യാരക്ടറിന് അത്രയും ആൾക്കാർ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ ഐ എം റിയലി ഹാപ്പി. ഇപ്പം ഇതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഒരുപാട് പേര് ലൈക്ക് ഇപ്പം സ്റ്റിൽ ഓൾസോ ഐ ഗെറ്റ് DMs വേറെ ലൈക്ക് നിനക്ക് നാണം ഇല്ലേ, നിനക്ക് ഇതൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീഡിയോസ് ഇഷ്ടം പോലെ, യു കാണ്ട് ഈവൻ ഇമാജിൻ അങ്ങനത്തെ ലെവലിൽ സാധനങ്ങൾ വരും. പക്ഷെ ഐ ഡോണ്ട് ഈവൻ കെയർ. ഓക്കെ, എനിക്ക് പിന്നെ അത് ഞാൻ വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഒന്നാമതേരം ഞാൻ DM റെസ്പോണ്ട് ചെയ്യാറില്ല അങ്ങനത്തെ ആൾക്കാർക്ക്. കാരണം നമ്മളത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്താണ് അവർക്ക് കൂടുതലും ഇനിയും പറയാലോ എന്നുള്ള സാധനം പറഞ്ഞത്. സോ ഐ ഡോണ്ട് ഈവൻ കെയർ അവരങ്ങനത്തെ പറയുന്നുണ്ട്. ആസ് ഫാർ ആസ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് വെൻ ഐ ഗോ ഔട്ട്, എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ളൊരു അമ്മച്ചിയോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള അവർ പുറത്ത് വെച്ച് കാണുമ്പോൾ ഗൂഗിളെ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നു, കൊള്ളായിരുന്നു, ആ മുഖത്ത് അവർ ആ പ്രായമുള്ള ഒരാൾ നമ്മളെ കണ്ട് ചിരിക്കുന്ന അവർ ദേ ആർ സോ ഹാപ്പി, ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു റെക്കഗ്നിഷനാണ്. അപ്പം അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല. ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഇത്ര ഇപ്പോൾ ചുരിദാറിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ തട്ടമിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഷോൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ആൾക്കാർക്ക് നെഗറ്റീവ് സ്റ്റാൻസ് അവർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഐ ബിലീവ് ഒരു 2-3 ആൾക്കാരെങ്കിലും റിലേറ്റ് ചെയ്ത് ചിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വിക്ടറി ഫോർ മീ. അപ്പം എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമായിട്ടാണ്. അതെ അതെ. ഇപ്പോൾ അച്ഛനെ കാണിക്കാറുണ്ട്, അമ്മയെ കാണിക്കാറുണ്ട്, ടീച്ചേഴ്സിനെ കാണിക്കാറുണ്ട്. ഗോകുലിന്റെ ഫേവറേറ്റ് ഏതാണ് ഇതിൽ? മൈ പേഴ്സണൽ ഫേവറേറ്റ് വിൽ ബി അമ്മ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. കാരണം അമ്മയുടെ സാധനം ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് എനിക്ക് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തവണ ചിരിച്ചു പോയ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പുൾ ഓഫ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആൾക്കാർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തെവിടെ റാൻഡംലി മോളിൽ എവിടെ പോയ സമയത്ത് റാൻഡംലി അവിടെ നിന്ന് 2 പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഞാൻ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഗൂഗിളെ അമ്മയെ തിരക്കി എന്ന് പറയണേന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂലും കൂടെ കേട്ടോ അവർ പറയാം അമ്മയെ തിരക്കി എന്ന് പറയണേന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈശ്വര എൻ്റെ ആക്ച്വൽ അമ്മയെ പരിചയമുള്ള ആൾക്കാരാണോ ഈ നിൽക്കുന്നത്, എനിക്ക് അറിഞ്ഞൂലും കൂടെ. അപ്പം ഞാൻ ആന്ന് പറഞ്ഞു, അയ്യോ നമ്മൾ വീഡിയോയിൽ അമ്മയാണേ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ അത്രയ്ക്ക് അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ആ ക്യാരക്ടറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഐ ഫീൽ റിയലി ഗുഡ്. അപ്പം എന്റെയും ഫേവറേറ്റ് അമ്മ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്വന്തം അമ്മയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ റെസ്പോൺസ് എങ്ങനെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ? ആദ്യം അല്ലെങ്കിൽ അമ്മ ഞാൻ ആക്ച്വലി വിചാരിച്ച റെസ്പോൺസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ അമ്മ ടീച്ചറുമാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് അമ്മ എന്തായാലും 2-3 ചീത്ത എന്തായാലും പറഞ്ഞാൽ ഇത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അമ്മ വീഡിയോ കണ്ട് അമ്മ ഒരുപാട് ചിരിക്കും. അമ്മ ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമാ തിയേറ്ററിൻ്റെ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു. സിനിമാ തിയേറ്ററിൽ അമ്മമാരെ എങ്ങനെയാണെന്നുള്ള കണ്ടന്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചെയ്ത സമയത്ത് അമ്മ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അമ്മ ചിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞ് നീ എന്തിനാണ് ആൾക്കാർക്ക് ഈ കൊക്കക്കോള കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അപ്പം അമ്മ ആക്ച്വലി അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും അമ്മ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നീ ഇതൊന്നും എടുത്ത് കണ്ടന്റ് ആക്കല്ലേ, നീ ഇതൊന്നും ചെയ്യല്ലേ, അങ്ങനെ അങ്ങനെയുണ്ട് ഒരുപാട്. പക്ഷേ ഓൺ എ പോസിറ്റീവ് നോട്ട് അമ്മ ഇത് നല്ല രീതിയിലാണ് എടുക്കുന്നത്. ഷീസ് വാച്ചിങ് എവറി വീഡിയോ. ഒരുപാട് പേര് കമൻസിൽ ഇപ്പോഴും ചോദിക്കും ഗൂഗിളിൽ ആക്ച്വലി അമ്മ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഷീസ് ആക്ച്വലി വാച്ചിങ് ഓൾ ദ വീഡിയോസ് ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഹാപ്പി ഓൾസോ. ഇപ്പോൾ ആക്ച്വലി ഗോകുലിനെ പറയുകയാണെങ്കിൽ RJ ആണ്, VJ ആണ്, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പിന്നെന്താ ഈറ്റ് കൊച്ചി ഫുഡ് ബ്ലോഗർ എന്ന് പറയുന്നില്ല ഞാൻ, പിന്നെന്താ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഗോകുൽ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതായിട്ട് അറിയപ്പെടാനാണ് ഗോകുൽ ഇഷ്ടപ്പെടുന്നത്? ഞാൻ എപ്പോഴും എനിക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ ഈ പറയുന്നത് സ്റ്റാർട്ടിങ് എൻ്റെ കരിയർ ഞാൻ RJ ആയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ റേഡിയോന്ന് TV-ലോട്ട് കയറി. VJ ആയിട്ട് ഞാൻ അവിടെ പ്രൊഡ്യൂസറായിരുന്നു, സീനിയർ പ്രൊഡ്യൂസറായിരുന്നു. ഞാൻ ആഡിന് വേണ്ടി എഴുതിയിട്ടുണ്ട്, ഞാൻ കോപ്പി റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒറ്റ സാധനം എന്ന് പറയുന്നത് കണ്ടൻറ്റാണ്. എപ്പോഴും
കോണ്ടന്റിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ആൻഡ് ദെൻ ഞാനിവർ പുതിയൊരാളെ കാണുമ്പോൾ തന്നെ അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊക്കെ അറിയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു പുതിയൊരാളെ കാണുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് നമുക്ക് പുതിയ എന്ത് കോണ്ടന്റ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് അവരുടെ രീതി എന്ന് അറിയാൻ ഫോർ മീ ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ, നല്ല കണ്ടന്റ്സ് എഴുതുന്ന ഒരാൾ എന്നറിയപ്പെടുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. നോട്ട് RJ, നോട്ട് VJ, അതൊന്നുമല്ല. ഒരു കണ്ടന്റ് നല്ലപോലെ എഴുതി ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതി എപ്പോഴും ആയിരിക്കണം. കാരണം ഐ യൂസ് ടു റൈറ്റ് മൈ കണ്ടന്റ്. ഞാൻ റേഡിയോയിലായിരുന്നപ്പോഴത്തേക്ക് അത് എഴുതി പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. റേഡിയോയിൽ TV കയറിയപ്പോഴും എൻ്റെ കണ്ടന്റ് എഴുതി അത് ഞാൻ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഡിജിറ്റലിലോട്ട് ഞാൻ കയറിയ സമയത്ത് ഇക്കൊച്ചിന് വേണ്ടിയാണെങ്കിലും മോക്കുച്ചിക്കാണെങ്കിലും അവർക്ക് വേണ്ടിയാണെങ്കിലും കണ്ടന്റ് എഴുതി പ്രസൻറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. സോ എവറിത്തിങ് ഇസ് കണ്ടന്റ്. അപ്പം എന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഐ വോണ്ട് ടു ബി നോൺ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് അതാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും ഐ വോണ്ട് ടു വർക്ക് വിത്ത് എ ബിഗർ ടീം. മേ ബി ചിലപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ അവിടെ നിൽക്കാനാണെങ്കിലും ഐ വോണ്ട് ടു നോ ആ പ്രോസസ്സ് എന്താണ്. ഞാൻ ആക്ച്വലി റേഡിയോന്ന് TVയിലോട്ട് കയറിയ ഒരു റീസൺ തന്നെ അതാണ്. റേഡിയോൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വോണ്ടഡ് ടു നോ TV എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, TVയിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഇത് വരണത്, ഓൺ സ്ക്രീൻ നിൽക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ പണ്ട് കിരൺ TVയിലൊക്കെ ഇരുന്ന് കണ്ടിട്ടേ ഉള്ളൂ, ഏത് പാട്ടാണ് വേണ്ടത്, ഉച്ചയ്ക്ക് എന്താ കഴിയൊക്കെ, അങ്ങനെയാണോ. അപ്പോൾ അത് കേട്ട സമയത്ത് ഇങ്ങനെ തന്നെ ആണോ TVയിൽ വർക്ക് ചെയ്യണത്, എന്താണ് നടക്കണമെന്ന് അത് അറിയാനുള്ളൊരു ഭയങ്കര എനിക്കൊരു സംഭവമായിരുന്നു, ക്യൂരിയോസിറ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺ എയർ പോയ സമയത്തൊക്കെ ഞാൻ ഒരു 3-4 ക്യാമറ ഫ്രണ്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി അത് ആലോചിക്കുമ്പോൾ തന്നെ ദാറ്റ് ഐ ആം സ്റ്റാൻഡിങ് ഇൻ എ പ്ലേസ് വെയർ ഐ യൂസ് ടു വാച്ച് ആസ് എ കിഡ്. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ കണ്ടിരുന്ന സ്പേസിലാണ് ഞാൻ ഇന്ന് നിന്ന് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ മീ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ബിഗ് തിങ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം എവിടെ ആണെങ്കിലും, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും, ഐ എം വെരി ക്യൂരിയസ് അബൌട്ട് ലൈക്ക് നോയിങ് തിങ്സ്. എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമാണ്. ഇത്രയും കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളോട് ചോദിക്കുകയാണ്, ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ട് തോന്നിയ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നിയ ഒരാൾ എന്നുള്ള ഒരാളെ ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ലൈക്ക് ഒരുപാട് ഇഷ്ടംപോലെ നല്ല സൂപ്പർ ഡൂപ്പർ അടിപൊളി കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ, അത് എല്ലാ ഫീൽഡിലും. ഇപ്പം ഞാനിപ്പം കോമഡി ജോണർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മാത്രമല്ല, ഇഷ്ടംപോലെ ലൈക്ക് ഐ കാണ്ട് ഈവൻ ഇപ്പം എന്താ പറയുക, ഇപ്പം ആർട്ട് അതിലൊക്കെ നോക്കുകയാണെങ്കിൽ വിമൽ ചന്ദ്രൻ ഉണ്ട്, ഓട്ടോമോട്ടീവ് നോക്കുകയാണെങ്കിൽ സ്ട്രെല്ലുണ്ട്, കോൾമി വെനം ഉണ്ട്, പിന്നെ കോമഡി നോക്കുകയാണെങ്കിൽ ജോയൽ ഉണ്ട്, ജുനൈസ് ഉണ്ട്, സാഫ് ബോയ് ഉണ്ട്. അപ്പം പിന്നെ ഇഷ്ടംപോലെ ലൈക്ക് ഐ കാണ്ട് ഈവൻ സ്റ്റാർട്ട് മെൻഷനിങ് പീപ്പിൾ. അത്രയ്ക്ക് നല്ല നല്ല കോണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പം നാഷണലി നോക്കുകയാണെങ്കിൽ കുഷയുണ്ട്, തന്മയുണ്ട്, അങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഫോർ മീ ആൻഡ് ദെൻ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് ഈ ഒരു വൈൻസ് പോലെ ചെയ്ത് തുടങ്ങിയ സാധനമൊക്കെ ആക്ച്വലി BBK വൈൻസ് ആണ് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ BBK വൈൻസ് ഒക്കെ തുടങ്ങിയ സമയത്ത് പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു ക്യാമറ പിടിച്ച് വെച്ച് പുള്ളിക്കാരൻ തന്നെ സെൽഫി ആയിട്ട് അമ്മയുടെ വേഷം ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിത്ര ട്രെൻഡിങ് ആയി അതൊരു രീതിയായി അതിനെ വൈൻസാക്കി മാറ്റിയെടുത്ത പുള്ളിക്കാരനൊക്കെ OG ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഫോർ മീ അവരൊക്കെയാണ് ഞാനിപ്പോഴും. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ ഒരുപാട് ക്രിയേറ്റേഴ്സ് കയറി വന്ന് അവരുടെ പുതിയ 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 രീതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹാഷിർ ഉണ്ട്. ഇപ്പോൾ ഹാഷിർ ഞാൻ ക്രിയേഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഹാഷിർ കയറി വന്നത്. പക്ഷേ ഹാഷിറിൻ്റെ രീതിയെ വേറെയാണ്. അപ്പോൾ അതൊരു വേറെ രീതി ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അഡ്മയർ ചെയ്ത് ഇത് പുതിയൊരു സാധനം ട്രൈ ഔട്ട് ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി നൈസ് തിങ്. ഇപ്പം ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരേ പാറ്റേൺ ഞാൻ പിടിച്ച് പോകാറേ ഇല്ല. ഞാൻ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് പാടുള്ളൂ. എനിക്കറിയാം ഫോർ ഷോർട്ട് ഞാൻ എൻ്റെ പേജിൽ അമ്മ കണ്ടൻറ്റ്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് കയറി പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ടീച്ചർ കണ്ടൻറ്റ്, അച്ഛൻ കണ്ടൻറ്റ്, പിന്നെ ഞാനായിട്ട് എൻ്റെ ക്യാരക്ടറായിട്ട് വരുന്ന എന്തെങ്കിലും അങ്ങനെ കൊടുത്തു പോകുന്ന ആൾക്കാർക്കെല്ലാം യൂസ്ഡ് ആവണം എന്നുള്ള രീതി ഉള്ളതുകൊണ്ടാണ് ഐ മേക്ക് ഷുവർ അങ്ങനെ ഒരുമിച്ചൊരു കണ്ടൻറ്റ് വരാതിരിക്കാൻ വേണ്ടി ഐ മാക്സിമം മേക്ക് ഷുവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്രിയേറ്റേഴ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ദീസ് ആർ സം ഓഫ് ദ ക്രിയേറ്റേഴ്സ് ഓൺലി. ഞാൻ ഒരുപാട് പേരുടെ പേര് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്, കാരണം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കുന്നില്ല. പക്ഷേ ദർ ആർ വണ്ടർഫുൾ ക്രിയേറ്റേഴ്സ് ഇൻ കേരള, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ദർ ആർ ബ്യൂട്ടിഫുൾ ക്രിയേറ്റേഴ്സ് ഹു ആർ മേക്കിംഗ് ബ്യൂട്ടിഫുൾ കണ്ടന്റ്സ്. ഗൂഗിളിലെ വീഡിയോ കാണുമ്പോഴേ സ്റ്റെഫി ഇല്ലേ, സ്റ്റെഫിയുടെ വീഡിയോ ആയിട്ട് ഭയങ്കര നിങ്ങൾ സിബ്ലിങ്സ് ആണെന്ന് വരെ തോന്നി. ഒരു വീട്ടിൽ നടക്കുന്ന പോലെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെയാണ് അഫ്രി അല്ലെങ്കിൽ ജുനൈസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു പാക്കേജ് പോലെ. സ്റ്റെഫിനെ നേരിട്ട് പരിചയമുണ്ടോ? പിന്നെ സ്റ്റെഫി ഞാനും കൊളാബ് ചെയ്തിട്ടുണ്ട് വളരെ പണ്ട്, ലൈക്ക് വളരെ വളരെ പണ്ടൊരു വീഡിയോ ഞാനും സ്റ്റെഫിയും കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ സ്റ്റെഫി ഒരു വീട്ടമ്മ ക്യാരക്ടറും ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്ന വന്നൊരു ജസ്റ്റ് ചെറിയൊരു ആ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യണം, ഇത്രയും നമ്മൾ ടെക്നിക്കലി ഇത്രയും സംഭവമൊന്നും ആയിരുന്നില്ല. പക്ഷേ വി ഡിഡ് എ കൊളാബ്. പക്ഷെ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റെഫി അറിയാം,
ആൻഡ് ദെൻ സ്റ്റെഫിയുടെ കോണ്ടന്റ്സ് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ വി നോ ദാറ്റ് ഒരു പാറ്റേൺ നമുക്ക് ഒരു കുറച്ചുകൂടെ ഹാർഷായിട്ടുള്ള അമ്മയാണെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് പിടിച്ചിരിക്കണം അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം എന്നുള്ള അറിയാം. ഇപ്പോൾ ജുനൈസ് ആണെങ്കിലും ഇപ്പോൾ ജുനൈസ് ഞാനും ഒരുപാട് തവണ നമ്മൾ ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടി എത്തിയില്ല എന്നുള്ള രീതി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് തീർക്കാൻ പറ്റില്ല. ജോയിലും ഞാനും കൊളാബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഫ്രിയുടെ കണ്ടൻസ് അടിപൊളിയാണ്. ഇപ്പം ആഫ്രിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്താണ് ഒരുപാട് വീഡിയോസ് ഇല്ല. അപ്പോൾ ആഫ്രി തിരക്കാണ്, ഇപ്പം ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് ഇടാത്തതാണെന്ന് പറഞ്ഞു. അപ്പം എവ്രിബഡി എന്താ പറയുക ടച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഐ മേക്ക് ഷുവർ ആരെങ്കിലും ഒരാൾ കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അയാളോട് എന്താണ് വീഡിയോസ് ഇടാത്തത് ഞാൻ ചോദിക്കും. ഇപ്പോൾ ജോയിൽ ഒരുപാട് ദിവസം കണ്ടന്റ് ഇടാൻ ഞാൻ ചോദിക്കും. ഇപ്പോൾ ജോയിൽ ആക്ച്വലി ഇപ്പോൾ ജോലി മാറി പുതിയൊരു ജോലിയോട് കയറുകയാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് തിരക്കാണ് അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഫോർ മീ അവരൊക്കെ കണ്ടന്റ് ഇടുന്ന സമയത്ത് നമുക്ക് തോന്നും അവരൊക്കെ കണ്ടന്റ് ഇട്ടില്ല നമുക്ക് ഇടണ്ടേ അപ്പോൾ അവർ നമുക്കതൊരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് വി ആർ ഇൻ ടച്ച്. ഈറ്റ് കൊച്ചി ഈറ്റിലേക്ക് ഓ കൊച്ചിയിലുള്ള ഒരു എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രൻസ് കടന്നു വരും? ഞാൻ സൂര്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐ വാസ് വർക്കിംഗ് ദർ ആസ് എ സീനിയർ പ്രൊഡ്യൂസർ ആൻഡ് സീനിയർ VJ. ആൻഡ് ദെൻ എനിക്ക് TV എന്നൊരു ജമ്പ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം TV ഓൾമോസ്റ്റ് ഐ വാസ് ഡൺ. എനിക്ക് അടുത്തൊരു OTT പ്ലാറ്റ്ഫോമിലോട്ട് കയറണമെന്നുണ്ടായിരുന്നു ടു വർക്ക് ഫോർ കണ്ടന്റ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നടക്കുക ഡിജിറ്റലിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഡിജിറ്റൽ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആ സമയത്താണ് കാർത്തിക് എന്നെ വിളിക്കുന്നത്. കാർത്തിക്കാണ് ഈറ്റ് കൊച്ചി ഈറ്റിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് അപ്പം ആ സമയത്ത് ഞാൻ ഈറ്റ് കൊച്ചിയിൽ കയറുന്ന സമയത്ത് ഐ ഡിൻ നോ അബൌട്ട് ഈറ്റ് കൊച്ചി ഈറ്റ് അത്രയ്ക്കൊന്നും. ഒരു ദിവസം കാർത്തികനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഐ തോട്ട് അവർ ജസ്റ്റ് ഒരു പേജ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഐ ഡിൻ നോ ദേ വർ സച്ച് എ ഹ്യൂജ് കമ്മ്യൂണിറ്റി എന്നോട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫേസ്ബുക്ക് ഫണ്ടഡ് കമ്മ്യൂണിറ്റി, ഡയറക്ട്ലി ഫണ്ടഡ് ബൈ ഫേസ്ബുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിജിറ്റൽ ഫീൽഡിൽ അവർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലാറ്റ്ഫോം വേർ ഐ വോണ്ട് ടു വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്ക് ഐ വാസ് അപ്പ് ആൻഡ് റെഡി. അപ്പം ഞാൻ അപ്പം തന്നെ പേപ്പർ ഇട്ടു, ഞാൻ ചാടി ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്നത് ഞാൻ അങ്ങനെ ഒരു ഫീൽഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്നോട് ചോദിക്കും ഒരുപാട് പേര് ഗൂഗിൾ ഫുഡി അല്ലേ, ഗൂഗിൾ മറ്റേ ഫുഡിൻ്റെ സത്യം പറയല്ലോ ഞാനിപ്പോൾ അങ്ങനെ ഫുഡിനെ പറ്റി അങ്ങനെ അത്ര എന്തൂസിയാസ്റ്റ് ആയിട്ടല്ല ഞാൻ ഈറ്റ് കൊച്ചി ഈറ്റിലോട്ട് കയറിയത്. ഞാൻ ഈറ്റ് കൊച്ചി ഈറ്റിലോട്ട് കയറിയ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ പുതിയ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. പക്ഷേ ഇതിപ്പോൾ ഓൺ സ്ക്രീൻ കാണുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, വാരി വലിച്ച് കഴിക്കുന്നു, അടിപൊളി. അപ്പോൾ അങ്ങനെയല്ല, ആക്ച്വലി ഞാൻ കയറിയ റീസൺ തന്നെ ടു മേക്ക് റിയലി ഗുഡ് കോണ്ടന്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ കയറി ഭാഗ്യവശാൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് കണ്ടന്റ്സ് വരുത്താൻ പറ്റി, ഒരു മൂഡ് മാറ്റാൻ പറ്റി ടീമിൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ്. ഞാൻ ഉള്ളപ്പോഴാണ് കൊച്ചി വാസ് ദെയർ. കൊച്ചി ഞാനും കൂടെ കയറിയ സമയത്ത് വി മേഡ് ഇറ്റ് കുറച്ചുകൂടെ ബിഗ് ആൻഡ് കൊച്ചി അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഫോർ മീ അതായിരുന്നു ഡിജിറ്റലിലോട്ട് ഒരു കാൽ എടുത്ത് വെക്കുന്ന പോലത്തെ ഒരു സാധനം അതായിരുന്നു. ആൻഡ് ടു വർക്ക് വിത്ത് എ ടീം വിച്ച് ഇസ് ലൈക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ഫേസ്ബുക്കും എല്ലാവരും മെറ്റയൊക്കെ റെക്കഗ്നൈസ് ചെയ്തൊരു ടീമിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മീ. കാരണം യു ഗെറ്റ് ന്യൂ കോൺടാക്ട്സ്. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണെന്ന് ആലോചിച്ച് ഒരു പുതിയ കോൺടാക്റ്റ് കിട്ടും, പുതിയ ടീമിൻ്റെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റും, വി ഗെറ്റ് ന്യൂ പീപ്പിൾ ടു നോ. അങ്ങനെ നമ്മുടെ കൂടെ നമ്മളെപ്പോലെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മീ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈറ്റ് കൊച്ചി ഈറ്റിലും കൊച്ചിയിലും കയറിയത്. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കൂടെ, അത് വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. ഫുഡ് കഴിക്കുന്നതും ഈറ്റ് കൊച്ചിയിൽ കയറിയത് ഒരു ബിഗ് ഡീലാണ്. അതുപോലെ ഒരു ബിഗ് ഡീലാണ് ലാലേട്ടൻ്റെ കൂടെ പോയി ചായ കുടിക്കാൻ. അയ്യോ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലായിരുന്നു? ശരിക്കും പറഞ്ഞില്ല, ഞാൻ അന്നത്തെ ആ ഒരു സെഷൻ ഞാൻ ഉണ്ടാവേണ്ടതേ അല്ല. അന്ന് ഞാൻ ആക്ച്വലി വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എന്തോ ആയപ്പോഴത്തേക്ക് കാർത്തികനെ വിളിച്ചിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും നിനക്ക് പരിപാടി ഉണ്ടോ? നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ കാർത്തിക് പറഞ്ഞു ലാലേട്ടന് ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് പോകേണ്ടി വരും. ചെറുത് ഏത്? അപ്പം ഞാൻ നിപ്പിൽ വീട്ടിൽ വന്ന് പെട്ടെന്ന് കുളിച്ച് മാറി സെറ്റായി അവിടെ ചെന്നു. പക്ഷെ നമ്മൾ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ദാറ്റ് പുള്ളിക്കാരൻ വരുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ വരും, നമ്മൾ സംസാരിക്കും, വി വിൽ ബി സ്റ്റാർ സ്ട്രക്ക് എന്നൊക്കെയുള്ള സാധനമല്ലോ. അതൊന്നും അല്ല കേട്ടോ. പുള്ളിക്കാരൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓറ കംപ്ലീറ്റ്ലി ചേഞ്ചസ്. വന്ന് നിന്ന് നോക്കി ഒരു ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഡ്മിറേഷൻ, ദ മാൻ. നമ്മൾ ഇത്രയും കാലം സ്ക്രീനിൽ കണ്ടൊരു മനുഷ്യൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഇരുന്ന് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വീടുണ്ട്, വീട് തിരുവനന്തപുരത്ത്. ഇറ്റ്സ് സച്ച് എ നൈസ് ഫീലിംഗ് ടു ടോക്ക് ടു ഹിം. ഹി സോ ഡൗൺ ടു എർത്ത്. കാര്യങ്ങളൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതും ആൻഡ് വളരെ മൈൽഡായിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. സോ കമ്പോസ്ഡ്. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ചോദിക്കാമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഭയങ്കര നെർവസ്നെസ്. അപ്പോൾ എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ലാലേട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്താണ് സ്പെഷ്യൽ? അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ചായ. എന്ത് ചിരിച്ചു പുള്ളിക്കാരൻ. അപ്പോൾ ഇതിപ്പോൾ കളിയാക്കിയതാണോ ചിരിച്ചതാണോ ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. പക്ഷേ
ഹി സ്പോക്ക് റിയലി വെൽ ആൻഡ് ദെൻ ഭയങ്കര തമാശയായിട്ടും കാര്യങ്ങളായിട്ട് സംസാരിച്ചു. അത് ഫോർ മീ ഇറ്റ് വാസ് വൺ ഓഫ് ദ ബിഗ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ്. കാരണം നമ്മൾ ഇത്രയും ചെറുപ്പം തൊട്ടേ ഓൺ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ ഡിസ്റ്റൻസിൽ വന്നിരുന്നിട്ട് വീട് എവിടെയാ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് സച്ച് എ ബിഗ് മൊമെന്റ്. ആ വീഡിയോയിൽ കാണുമ്പോഴും അറിയാം, ഒരു സൈഡിൽ ലാലേട്ടൻ കുറെ സൈഡിൽ കുറെ പിള്ളേർ ആ വീഡിയോയിൽ ആ ഒരു അഡ്മിറേഷൻ ഇങ്ങനെ എടുത്ത് കാണാം, എല്ലാവരുടെയും ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. സത്യമായിട്ടോ ലൈക്ക് പുള്ളിക്കാരൻ വന്ന് ഇരുന്ന് സംസാരിക്കുന്നതിൽ നമ്മൾ വളരെ ടെൻസ്ഡ് ആണ്. ആൻഡ് ദെൻ അതിനെ എങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ലാലേട്ടൻ എന്നെ കമ്പോസ് ഡീൽ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ രീതിയിൽ സംസാരിച്ച് ലൈക്ക് വീട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഷെഫ് ആകാൻ പറ്റുമെന്ന് പറഞ്ഞു. ചായയിൽ ഏലക്ക ഇട്ട് കുടിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പം ടു നോ എ പേഴ്സൺ അത്രയ്ക്ക് അടുത്ത് കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഫോർ മീ ഈസ് എ ബിഗ് തിങ്, റിയലി ബിഗ് തിങ്. ആൻഡ് ദെൻ ഒരാളെ ഫുഡ് ഹാബിറ്റ്സിനെ പറ്റി അറിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ക്ലോസ് ആവും എന്നാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പം നമ്മുടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ രാവിലെ ചായ ഉണ്ടാക്കുമ്പം എന്തൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ എടാ ഞാൻ എൻ്റെ ചായയിൽ കുറച്ച് ഏലക്ക ഇടും, ഇഞ്ചി ഇടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് പേഴ്സണൽ കുറച്ചുകൂടെ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഗോകുലിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? എനിക്ക് ഒരു കംഫർട്ട് ഫുഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അയച്ച ഇടിയപ്പവും മുട്ടക്കറിയും. ഇപ്പം കിട്ടിയാലും ഞാൻ കഴിക്കും. രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഹാപ്പി ആയിട്ട് ഞാൻ കഴിക്കും. എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ ഐ ഫീൽ എന്താ പറയുക, ഈ ലാലേട്ടനെ കണ്ട സമയത്തും ആ ഒരു സെഷൻ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ ഐ വാസ് റിയലി ഹാപ്പി. ഈക്കോ ചേറ്റി കൂടെ കിട്ടിയ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തീർച്ചയായും അതെ, ഈക്കോ ചേറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വിട്ട് പറയാൻ പറ്റാത്ത ഒരാളാണ് രാഹുലേട്ടൻ. രാഹുലിനെ പറ്റി അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്, എല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ, അല്ലെങ്കിൽ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരാണ്? രാഹുൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ദെൻ ഈ പറയുന്ന പോലെ ലൈക്ക് വി ഡോണ്ട് നോ എന്താണ് നമ്മളിപ്പം തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും വാട്ട് ഡു ദി ഫീൽ എന്നുള്ള സാധനമൊന്നും നമുക്ക് വി നെവർ നോ. പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി സംതിങ്. എന്താ പറയുക, ഇപ്പോൾ ഒരു 4 പില്ലർ കൊച്ചി ഈറ്റിനുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബിഗ് പില്ലേഴ്സ് മൈറ്റ് ബി രാഹുൽ. അപ്പോൾ ഫോർ അസ് ഇറ്റ് കെയിം ആസ് എ ഷോക്ക്. ഇപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ആൻസറായിട്ട് പറയാനൊന്നും ഇല്ല, ലൈക്ക് വൈ ദിസ് ഹാപ്പൻഡ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ള സാധനം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ 2 ദിവസം മുമ്പ് തന്നെ രാഹുൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ ഫോർ അസ് ഓൾസോ. പക്ഷേ ഇത് എന്താ പറയുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ഈസ് എ റിയലി ബിഗ് ഹ്യൂജ് ലോസ് ഫോർ അസ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ഉത്തരം വി സ്റ്റിൽ ഫിഗറിങ് ഔട്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സമയങ്ങളിൽ വിചാരിക്കാത്ത ആളുകളായിരിക്കും നമ്മളോട് ഇരുന്ന് ചിരിക്കുന്ന ആളുകൾ. അവർ എത്രത്തോളം പെയിനിലാണെന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഈ പറയുന്ന പോലെ നമ്മളോട് ചോദിക്കുമ്പോൾ സമയത്ത് വി ഡോണ്ട് ഹാവ് ആൻ ആൻസർ. ക്ലോസ് അല്ലേ, എന്തുകൊണ്ട് അറിയില്ല. അപ്പം ഇന്ന് രാവിലെ കണ്ടതല്ലേ, ഇന്നലെ കണ്ടതല്ലേ, അപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അറിഞ്ഞൂടാ. വി ഡോണ്ട് റിയലി നോ വാട്ട് ഹാപ്പൻ എന്നുള്ള കാര്യം നമുക്കും അറിഞ്ഞൂടാ. പക്ഷെ ഫോർ മീ ഇപ്പം ഹി വാസ് എ മെൻറ്റർ. ഞാൻ കയറിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഹി ന്യൂ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് കാര്യങ്ങൾ, ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡിൻ്റെ രീതികൾ എങ്ങനെയാണ്, ലൈക്ക് ഹൗ ടു സ്റ്റാർട്ട്, ഹൗ ടു എൻഡ്, എല്ലാം ഹീസ് സച്ച് എ നോളജ്ഫുൾ പേഴ്സൺ. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ഫോർ കൊച്ചി ആൻഡ് us. എവരിബഡി. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് സ്കൂൾ ലീഡറായിട്ട് ആ സ്കൂളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഈ ആൾക്കാരൊക്കെ കാണുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ റീൽസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ അവർ വിളിച്ച് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു റീൽ ചെയ്തിരുന്നു മാത്സ് ടീച്ചറിനെ പറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നു, സുമ ടീച്ചർ എന്ന് പറഞ്ഞ മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ റീൽ ചെയ്ത് അത് അത്യാവശ്യം ഒന്ന് കയറിപ്പോയതിനു ശേഷം എനിക്ക് ആ റീൽ തന്നെ അയച്ചു തന്നിട്ട് ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത് കണ്ടു ഒരുപാട് ചിരിച്ചു, രസമുണ്ട്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പം അത് എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ടീച്ചേഴ്സ് ലൈക്ക് ഗൂഗിൾ ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരു സാധനം അത് റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ച് അവർ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ടു മീ. സി ഡെഫിനറ്റ്ലി സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് എൻ്റെ കയ്യിലിരിപ്പ് കാരണമായിരുന്നു ഒരുപാടൊക്കെ. ഞാൻ പറയട്ടെ, വളരെ എക്സ്ട്രോവേർട്ടഡ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ആയിട്ട് നിന്നൊരു സ്റ്റുഡന്റ് ആണ്. സ്കൂൾ ലീഡറിനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. അവിടെ അവസാനമായിട്ടാണ് അങ്ങനെ സ്കൂൾ ലീഡറെ ഇറക്കി വിട്ടത്. പിന്നെ അടുത്ത വർഷം തൊട്ട് അവർ 10th ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളെയാണ് അവർ പിന്നെ സ്കൂൾ ലീഡർ ആക്കി തുടങ്ങിയത്. പിന്നെ അവർ ഇലക്ഷനൊക്കെ നിർത്തിയിട്ട് പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫോർ മീ അങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ടീച്ചേഴ്സ് പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ
ലൈക്ക് ഗൂഗിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വീഡിയോസ് റെക്കഗ്നൈസ് ചെയ്ത് കണ്ടു, നിന്നെ അവിടെ കണ്ടു, നിന്നെ ടി വിയിൽ കണ്ടു, നിന്നെ അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഫീൽ സോ നൈസ്. ലൈക്ക് അവരുടെ മനസ്സിലൊന്നും അങ്ങനത്തെ സാധനമില്ല, അയ്യോ അവ സ്കൂൾ വിട്ട് ഇറങ്ങി പോയതാണ് എന്നുള്ളൊരു സാധനം അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിൽ ദേ സീ മീ ആസ് എ പേഴ്സൺ, സ്കൂളിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു ചാമിങ് ആയിട്ടുള്ള ആൾ ഇപ്പോഴും ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞ് അവർ ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ റിയലി ബിഗ് ഡീൽ ഫോർ മീ. കാരണം അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം. ഗോകുൽ ഒരു ഗോ വിത്ത് ദ ഫ്ലോ കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല, അല്ല. ഒരു ഗോൾ എപ്പോഴും കാണും. എന്താണ് ഈ ആർജെങ്കിലും അല്ലെങ്കിൽ വിജയെങ്കിലും കോണ്ടന്റ് ക്രിയേഷനും ഓ കൊച്ചിയിലും ഈറ്റ് കൊച്ചി ഈറ്റിലും ഇതെല്ലാം ഒരു ഗോൾ എന്താണ് ഇനി ഫ്യൂച്ചർ ഗോൾസ്? ഫ്യൂച്ചർ ഗോൾസ് എനിക്ക് ആക്ച്വലി ഫ്യൂച്ചർ ഗോൾസ് മാറി മാറി വന്നു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ റേഡിയോയിൽ കയറിയ സമയത്ത് എൻ്റെ ഫ്യൂച്ചർ ഗോളായിട്ട് ഞാൻ കണ്ടിരുന്നത് ടി വി ആയിരുന്നു. ലൈക്ക് ആസ് ഇൻ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ടി വി കയറിയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റലായിരുന്നു. ഡിജിറ്റൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് എ ബിഗർ പ്ലാറ്റ്ഫോം, നെറ്റ്ഫ്ലിക്സ് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എനിക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേഷൻ ടീം കുറച്ചുകൂടെ ഓണാക്കി എടുക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് അപ്ന എൻ്റെ മാത്രമായിട്ടുള്ളത്. അപ്പം എൻ്റെ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് വിച്ച് ഇസ് ലൈക്ക് അപ്പ് ആൻഡ് റണ്ണിങ്. ഞാൻ എൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അതിനെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് ലൈക്ക് പ്രൊഡ്യൂസ്ഡ് നല്ല സ്ക്രിപ്റ്റഡ് നല്ല ഡയറക്റ്റഡ് കോണ്ടൻറ്റ്സ് അതിലിട്ട് ആ ചാനലൊന്ന് വളർത്തിയെടുക്കണം. ആൻഡ് ഐ വോണ്ട് എ ടീം ഓഫ് മൈ വേർ ഐ വിൽ ഹാവ് കുറച്ച് ആൾക്കാർ എന്നെ പോലെ കണ്ടൻറ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കണ്ടൻറ് എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ, കണ്ടൻറ് കാണുമ്പോൾ അതിനെപ്പറ്റി സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ആൾക്കാർ, അവരെ ഉള്ളൊരു ചെറിയ ടീം വെച്ച് ഐ വോണ്ട് ടു മേക്ക് എ ഗുഡ് ടീം ഓഫ് കണ്ടൻറ് റിലേറ്റഡ് പീപ്പിൾ. ആൻഡ് അത് വെച്ച് കുറച്ച് കണ്ടൻറ് ഉണ്ടാക്കണം. അതാണിപ്പം ആസ് ഫാർ ആസ് ഇപ്പം എൻ്റെ നോക്കുന്ന ഒരു ഫ്യൂച്ചർ ഗോളായിട്ട് ഞാൻ അതാണ് കാണുന്നത്. ഇപ്പോൾ എത്ര വർഷമായി ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ട്? 7.5 years. 7.5 years. ഈ ഇയേഴ്സിനിടയിൽ ഒരു ബിഗ്ഗസ്റ്റ് സക്സസ് ആയി ഫീൽ ചെയ്ത്, അത് ലൈക്ക് റെക്കഗ്നിഷൻ അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയ മൊമെന്റ് ആയിരിക്കും, അങ്ങനെ ഫീൽ ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ? സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സിംഗപ്പൂർ പോയി അവിടെ ചെന്ന് എല്ലാം അവിടെ എക്സ്പ്ലോർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന് നമ്മളെന്തോ ഓർഡർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഫുഡ് കൊണ്ടുവരുന്ന പയ്യൻ ഫുഡ് കൊണ്ട് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇത് വെച്ച് റീലൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വേറെ രാജ്യത്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. എന്തിനാ ആ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഇത് വെച്ച് റീലൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് ഗൂഗിളിൻ്റെ വീഡിയോ കാണാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. വേറെ സ്ഥലത്ത് അവൻ വന്ന് ഇങ്ങോട്ട് മിണ്ടി സംസാരിച്ചു. അപ്പം അവിടെ ചെല്ലുമ്പോഴും നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അന്ന് അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരുപാട് പേര് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടി ഗ്രോ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ് എത്തും വേർ വി ഫീൽ ദാറ്റ് ഓക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും നമുക്ക് റെക്കഗ്നൈസ്ഡ് ആകാൻ പറ്റും എന്നറിയുന്ന ഒരു പോയിന്റ് വരും ലൈഫിൽ. ഫോർ മീ ഇതൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ അത് ഐ ഫെൽറ്റ് റിയലി ഗുഡ് ദാറ്റ് നാട്ടിൽ മാത്രമല്ല നമ്മൾ പുറത്ത് പോകുമ്പോഴും ആൾക്കാർക്ക് നമ്മൾ അറിയാം, പീപ്പിൾ ആർ വാച്ചിങ് അസ്, പീപ്പിൾ ആർ സീയിങ് ആർ കണ്ടന്റ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു ഒരു വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു. ആൻഡ് മൈ പേരൻസ് വെയർ ദെയർ വിത്ത് മീ. അപ്പോൾ അവർക്കും അത് കണ്ടപ്പോഴത്തേക്ക് അവർ സന്തോഷമായി. അപ്പം അത് ഫോർ മീ ഒന്നാമത്തെ കാര്യം മോട്ടിവേഷണൽ പോയിന്റും കൂടെ ആയിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ബിസി പേസ് ഉള്ള ഒരു ലൈഫിലാണ് ലിവ് ചെയ്ത് പോകുന്നത് അല്ലേ, വളരെ ബിസിയാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുതുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വിചാരിക്കും. കൊച്ചു പിള്ളേരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും വരുത്തരുതേ. പക്ഷെ ഏറ്റവും കൂടുതൽ ഡെയിലി ലൈഫിൽ പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ദിവസം വെറുതെ ചുമ്മാ ഒന്നും ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ഒന്നും ചെയ്തില്ല എന്ന് തോന്നും. അയ്യേ ഇന്ന് ഒന്നും ചെയ്തില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ വരും. അപ്പം ഫോർ മീ ഒരു ദിവസം ഒരു ചിന്ന ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഐ ഗെസ് ഇറ്റ് കീപ്സ് മീ ഗോയിങ്. ആ ദിവസത്തിനെ പറ്റി എന്തെങ്കിലും ആലോചിക്കാനൊരു സാധനം അതെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നാറ്. ആൻഡ് തന്നെ ഒരു ചെറിയൊരു ഹേർഡിൽ അന്ന് കടക്കണം, ഇതൊരു ചാടി അപ്പുറത്തോട്ട് പോകണം എന്നുള്ളത് ഇറ്റ് കീപ്സ് മീ ഗോയിങ്. അപ്പോൾ റാദർ ദാൻ വേണം എന്ന് തോന്നുന്നതിനേക്കാളും ഈ ഒരു സാധനം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നലാണ് എന്നെ സംബന്ധിച്ച് കൂടുതലും ഈ ഒരു സാധനം ഞാൻ ആലോചിക്കാനുള്ള മെയിൻ റീസൺ. ഈ ഒരു ദിവസം ഇന്നൊരു സാധനം ഉണ്ട്, നാളെ ഈ ഒരു സാധനം ഉണ്ട്, അതെങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ആലോചിക്കുന്നത് ഒരു ഹേർഡിലായിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം, ഒരു സാധനമായിരിക്കാം. സോ ഫോർ മീ അതൊരു ആലോചിക്കാനുള്ളൊരു പോയിൻ്റാണ്, ഒരു ചെക്ക് പോയിന്റ് പോലെ. ഓരോ ദിവസം കടന്നു പോകാനുള്ളൊരു ചെക്ക് പോയിന്റ് പോലെയാണ് ഞാൻ കാണുന്നത്. സോ അതിനു വേണ്ടിയാണ് ഞാൻ അതിനെങ്ങനെ പറഞ്ഞത്. കാരണം ഫോർ മീ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കീപ്പ് യു ഗോയിങ്, അത്രേ ഉള്ളൂ.
ഈ പ്രശ്നങ്ങൾ ഇത്രയും ഡീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. ഈ നിങ്ങളെപ്പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ട് ഒരുപാട് പേര് ഇൻസ്പയർഡ് ആയിട്ട് ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഈ ഇങ്ങനത്തെ സ്ട്രഗിൾസിനെ പേടിച്ച് പലരും ബാക്ക് ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേര് ഇപ്പം ഞാൻ ഇൻ പേഴ്സൺ ഞാൻ ഗ്രോത്ത് കണ്ട ഒരുപാട് പേരുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഹാവ് സീൻ ഹൂ ഹാവ് ഗ്രോൺ നല്ലപോലെ. എൻ്റെ തുടങ്ങി നമ്മളിത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അറിഞ്ഞ് ഗ്രോ ചെയ്ത് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന സ്റ്റേജിലുണ്ട്. ഇപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണ് എന്താണെങ്കിലും വീഡിയോ എന്തായാലും കൊടുത്താലേ പറ്റുള്ളൂ. ഇപ്പം ഒരു ആവറേജ് കണക്ക് ഇപ്പം നമ്മളൊക്കെ ഈ മെറ്റയുടെ കൂടെ അവരുടെ ഇടയ്ക്ക് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരാൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റ് 3000 കണ്ടൻറ്റാണെന്നാണ് പറയുന്നത്. അപ്പം ആക്ച്വലി അത്രയും കണ്ടൻറ്റ് ഇല്ല ഇടാൻ. ആൾക്കാർ അത്ര കണ്ടന്റ് ഇടുന്നില്ല. എവിടെയാണ് കണ്ടന്റ് ഇല്ല. ഇപ്പം നിങ്ങൾ തന്നെ നമ്മളൊരു ഇൻസ്റ്റാ റീൽസ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-8 റീൽ മാത്രമേ മലയാളത്തിൽ വരുള്ളൂ. പിന്നെ നമുക്ക് പുറത്തെ റീൽസൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ബേബി വീഡിയോസ്, പുറത്തെ ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ്, അങ്ങനത്തെയൊക്കെ. കാരണം അവരവിടെ അത്രയ്ക്ക് കണ്ടന്റ് ഇൻഫ്ലോ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ഡെയിലി ബേസിസ് പുഷ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ കണ്ടന്റ് ഇല്ല. ഇപ്പോൾ എൻ്റെ കണ്ടന്റ് എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്. ഇപ്പം മീനാക്ഷി കണ്ടന്റ് കാണുന്നുണ്ട്. മീനാക്ഷി കണ്ടന്റ് കണ്ടു, 60 സെക്കൻഡ് കണ്ടന്റ് കണ്ടു, സ്വൈപ്പ്. ഇനി 60 സെക്കൻഡേ പോയിട്ടുള്ളൂ. ഇനി യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പോൾ ചിലപ്പം ഒരു ട്രെയിൻ കാത്തിരിക്കുന്ന ആളായിരിക്കും, ബസ് ഇരിക്കുന്ന ആളായിരിക്കും. യു ഹാവ് എ ജേർണി ഓഫ് സേ 1 hour. ചിലപ്പോൾ അതിലൊരു 10-15 മിനിറ്റോ ഇഫ് യു ഹാവ് ടു കൺസ്യൂം യുവർ ഫോൺ, അവിടെ കണ്ടന്റ് ഇല്ല. ആൾക്കാർ കണ്ടന്റ് പുഷ് ചെയ്യുന്നില്ല. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ് കണ്ടന്റ് കൊടുക്കുക. നിങ്ങൾ വീഡിയോ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ഇൻസ്റ്റാഗ്രാമിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽഗോരിതം നിങ്ങളുടെ അക്കൗണ്ടിനെ പുഷ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് എ റിയലി ബിഗ് ഫാക്ട്. ഞാൻ ഇതിൽ ഇപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് ഇത്രയും പേജുകളിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പം ഓക്കൊച്ചി എന്നുള്ള പേജ്, ഓക്കെ, ഓക്കൊച്ചി എന്ന് പറഞ്ഞ പേജ് ഞാൻ ആക്ച്വലി 100K ഒക്കെ ക്രോസ് ചെയ്ത സമയത്ത് ഓക്കൊച്ചി ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പം ഓക്കൊച്ചി എന്നെ കടന്നുപോയി. അത് റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കൊച്ചി ആണ് ഡെയിലി ബേസിസ് കണ്ടന്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ട കാരണം അത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും എൻക്വയറീസ് വരുന്നുണ്ട്, അത്രയും കണ്ടന്റ് പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പേജിന് മനസ്സിലാവുന്നുണ്ട് ഈ പേജിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കണ്ടന്റ് കിട്ടും. അപ്പം വാട്ട് ദ അൽഗോരിതം ഡസ് ഇസ് ഈ പേജിനെ പുഷ് ചെയ്യും, ആൾക്കാരിലോട്ട് കൊടുക്കും, കൂടുതൽ ആൾക്കാരിലോട്ട് കൊടുക്കും. അപ്പം ഇപ്പം മീനാക്ഷി ഇപ്പം ഒരു ദിവസം എൻ്റെ കണ്ടന്റ് കണ്ടു എന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു പുതിയ ആളാണ്, ഓക്കെ. അപ്പോൾ ഒരു പുതിയ ആളുടെ എൻ്റെ ഫേസ് ഇന്ന് കണ്ടു, കൊള്ളാം, അമ്മയുടെ വീഡിയോ ഒക്കെ ചെയ്തെടുത്ത് പോയി. പക്ഷേ മീനാക്ഷി പിന്നെ താഴെ വരുന്നൊരു 3 റീൽ എൻ്റെ മുഖം കണ്ടാലേ ഇത് ഏത് അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ പോയി നോക്കുള്ളൂ. അപ്പോൾ റെക്കഗ്നിഷൻ വരണം. ദ ഫേസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. എന്നാലേ ആ അക്കൗണ്ടിലോട്ട് ആൾക്കാർക്ക് പോകാനുള്ള ഒരു ത്വര വരുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ഒരു 3-4 തവണ ഒരാളുടെ റെപ്പറ്റേറ്റീവ് കണ്ടൻസ് കണ്ടാലേ ഇത് കൊള്ളാമല്ലോ, ഇത് ഏത് അക്കൗണ്ടെന്ന് പോയി ഞാൻ നോക്കാനുള്ള റീസൺ എനിക്ക് വരുള്ളൂ. അപ്പം അത്രയ്ക്ക് ഒരാൾക്ക് റെക്കഗ്നൈസ് ചെയ്ത് വരണമെങ്കിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 കണ്ടന്റെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ പോട്ടെ, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു കണ്ടന്റെങ്കിലും കൊടുത്താൽ മതി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരാഴ്ച 5 കണ്ടന്റ് കൊടുക്കുമായിരുന്നു. തിങ്കൾ തൊട്ട് ഞായറാഴ്ച ഒരു ഗ്യാപ്പിൽ 5 കണ്ടന്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ നല്ല പുഷായിരുന്നു. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നല്ലോണം പുഷ് ചെയ്യായിരുന്നു, കയറി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരാഴ്ച 2 കണ്ടന്റേ കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, അയ്യോ അത് പോരല്ലോ, കുറച്ച് കൂടുതൽ കൊടുക്കണമല്ലോ. പക്ഷേ പറ്റാത്തതുകൊണ്ടാണ്. ഐ റിയലി വോണ്ട് ടു ഗിവ് മോർ കണ്ടന്റ്സ്. പക്ഷേ പറ്റാത്തതുകൊണ്ടാണ്, അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് എഴുതി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട, അയ്യോ എങ്ങനെ ഗ്രോ ചെയ്യുന്നു, കണ്ടന്റ് അങ്ങോട്ട് കൊടുക്കുക, അത്ര കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മിനിമം ഒരു ചെറിയൊരു വാല്യൂ, അത് എന്താണ് നിങ്ങളുടെ ഒരു നീഷ് കൂടെ അതിനകത്ത് പിടിച്ചു വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. നിങ്ങളായിട്ടൊരു സ്പെഷ്യൽ സാധനം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ കണ്ടന്റിൽ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. റാദർ ദാൻ ഡൂയിങ് ഒരു സിനിമയുടെ സാധനം ഇനാക്ട് ചെയ്ത് ചെയ്യുന്നേക്കാളും അത് ചെയ്യുന്ന നല്ലോണം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷെ അതിനകത്ത് നമ്മുടെ ഓൺ കണ്ടന്റ് കയറുമ്പോഴത്തേക്ക് അതൊരു ന്യൂ സാധനമാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നൊരു വേറെ സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ മീനാക്ഷിയുടെ പേജിൽ കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഇരിക്കുന്ന ആളുടെ കണ്ടന്റ് ഇടുന്നുണ്ടെങ്കിൽ, മീനാക്ഷിയുടെ ഫേസ് അല്ലാതെ ഒരു പുതിയ ഫേസ്, ഇപ്പോൾ സേ അച്ഛൻ്റെ ഫേസ് ഇടാമെന്ന് വിചാരിച്ചോ. അച്ഛൻ്റെ ഫേസ് ഇന്നേ വരെ ഇൻ്റർനെറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഫേസ് ഒരു പുതിയ ഫേസ് ഇൻസ്റ്റ റെക്കഗ്നൈസ് ചെയ്യാണ്, ഇൻസ്റ്റ അത് പുഷ് ചെയ്യും. കാരണം അവർക്കൊരു പുതിയ ആളെയും കൂടെ കിട്ടുകയാണ് അതിനകത്തോട്ട്. അപ്പം അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ പുതിയ ഫേസസിനെ കൊണ്ടുവരിക, ഓൺ കണ്ടൻസ് കൊണ്ടുവരിക, ദാറ്റ് ഈസ് എ റിയലി ബിഗ് ഡീൽ ഫോർ ദം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഓൺ എ ഡെയിലി ബേസിസ് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഇറ്റ് വിൽ ബി എ റിയലി ഗുഡ് തിങ്. സോ ഇഫ് യു ആർ ട്രൈങ് ടു ഗ്രോ ആസ് എ ക്രിയേറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ പേജ് വളർത്താൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ്
പുട്ട് മോർ വീഡിയോസ്. എത്ര വീഡിയോസ് ഇടുന്നോ അതിന് ഇപ്പം നിങ്ങൾ റീച്ച് ഒന്നും നോക്കണ്ട, എത്രയാണ് അയ്യോ ഇത്ര വേണം, ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുക. ഓരോ ദിവസം ഓരോ കണ്ടന്റ് ക്രിയേറ്റ് കോണ്ടന്റ്സ് ഓൺ സ്കെഡ്യൂൾ ചെയ്തിടുക. അതായത് നിങ്ങളൊരു പക്ക ഒരു കലണ്ടർ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇൻസൈറ്റ്സ് നോക്കുക. ഇൻസൈറ്റ്സ് നോക്കിയിട്ട് യു ഗെറ്റ് എപ്പോഴാണ് റീച്ച് കൂടുതൽ അത് ഫിഗർ ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് കണ്ടന്റ് ഇട്ട് നോക്കുക. ദാറ്റ് ഇന്ന സമയത്ത് ഇടുമ്പോൾ എനിക്ക് റീച്ച് ഉണ്ടോ ഇല്ല എന്നാൽ സമയം മാറ്റിയിടുക. ട്രൈ എക്സ്പെരിമെൻറ്റിങ്, ദാറ്റ് ഈസ് ദ തിങ് വിച്ച് വിൽ വർക്ക്. ആൻഡ് ഞാൻ 100% ഗ്യാരണ്ടി പറയാം, ഇറ്റ് വിൽ വർക്ക് ഫോർ യു. ഒരു 2 months ഫോളോ ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ വർക്ക് ഫോർ യു ഫോർ ഷുവർ. തീർച്ചയായിട്ടും എല്ലാവരും കേട്ട് വെച്ചോളൂ. കലോത്സവങ്ങൾ തൊട്ട് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ വരെ എത്തിയിരിക്കുന്ന ഈ ഒരു ലൈഫ്, അടുത്ത സ്റ്റെപ്പ് ഫിലിമാണോ? എനിക്ക് ഫിലിമിൽ കയറാൻ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫിലിമിൽ കയറാൻ അങ്ങനെ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് സിജുവിനെ പരിചയമുണ്ട്, ജോമോനെ പരിചയമുണ്ട്, രോമാഞ്ചത്തിൽ വർക്ക് ചെയ്ത ടീമിലെ ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ ഞാൻ പക്ഷേ രോമാഞ്ചം കാണാൻ പോയ സമയത്ത് സിജുവിനെയൊക്കെ ഓൺ സ്ക്രീൻ കാണുന്നു, ജോമോനെ കാണുന്നു, എല്ലാവരും നമ്മളെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഐ എം ലൈക്ക് എനിക്കും ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഞാനും ചെയ്യുമ്പോൾ ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. പക്ഷേ ഐ ഓൾസോ വോണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. എനിക്ക് രോമാഞ്ചം കണ്ടപ്പോഴാണ് ആ ഒരു ഉൾവിളി മനസ്സിൽ വന്നത്. സോ യെസ്, ലൈക്ക് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഐ ബി വർക്കിംഗ് ഫോർ ദാറ്റ്. അത് അറിഞ്ഞുകൂടാ വരുമില്ലെന്നൊന്നും. പക്ഷേ യെസ്, ഫിലിം വന്നു കഴിഞ്ഞാൽ ഐ ബി ഡൂയിങ് ഇറ്റ് ഫോർ ഷുവർ. പക്ഷേ ഇറ്റ് വിൽ ബി ഓൾവേസ് കണ്ടന്റ് തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗോൾ തന്നെ ആയിരിക്കും ഓൾവേസ്. ഫിലിം ഇസ് നോട്ട് മൈ നെക്സ്റ്റ് ഗോൾ എന്നുള്ള സാധനമല്ല. യെസ്, ഐ എം ഇൻട്രസ്റ്റഡ് ടു ഡു ഫിലിംസ്. ആ ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും കാണാൻ പറ്റട്ടെ, എൻജോയബിൾ ആയിക്കോട്ടെ. എന്തായാലും I had a nice time having you here. Thank you so much for coming. And then മീനാക്ഷി പോലെ ഹോസ്റ്റിനുള്ളതും and then such a wonderful team you have everybody. അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ തന്നെ ഇപ്പം ഞാൻ മീനാക്ഷി എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുമ്പോൾ തന്നെ ഐ ഫീൽ സോ ഗുഡ്. കാരണം ഇപ്പം കണ്ടന്റ് വൈസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് യങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഐ ഫീൽ സോ ഗുഡ്. കാരണം എല്ലാവരും ത്രൈവ് ചെയ്ത് വളരാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ക്യാമറ നിൽക്കുന്ന ആരാണെങ്കിലും എല്ലാവരും ത്രൈവ് ചെയ്ത് വളരാൻ നിൽക്കുന്ന ആൾക്കാരാണ്. സോ ഐ ഫീൽ സോ ഗുഡ് ടു ബി വിത്ത് സച്ച് എ നൈസ് യങ് ത്രൈവിംഗ് ക്രൗഡ് ആൻഡ് ഐ ഫീൽ സോ ഗുഡ് ഫോർ ബീയിങ് ഹിയർ ആൻഡ് താങ്ക് യു ഫോർ കോളിംഗ് മീ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. Thank you.